ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമാവുകയാണ്. ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സംഘം തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഡോറിൽ പെൺകുട്ടികളെ ലവ് ജിഹാദിലേക്ക് എത്തിക്കാൻ അതിന് പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നതാകട്ടെ ഒരു കോൺഗ്രസ് നേതാവാണ്. ആ കോൺഗ്രസ് നേതാവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇൻഡോറിലെ കോൺഗ്രസ് കൗൺസിലർ അൻവർ ബക്രീദ്ക്കെതിരെയാണ് ലവ് ജിഹാദ് ഗൂഢാലോചന നടത്തിയതിന് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ലവ് ജിഹാദിൽ പ്രധാനമായും ഹിന്ദു സ്ത്രീകളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരുടെ സമുദായം വളർത്തിയെടുക്കുവാൻ വേണ്ടി ഇതുപോലെ തന്നെ ഇത്തരത്തിൽ മാത്രമല്ല ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടികളെ പറഞ്ഞ് വലയിലാക്കിക്കൊണ്ട് മതം മാറ്റാൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഹിന്ദു പെൺകുട്ടികളെ കൊടുക്കാൻ അൻവർ പണം നൽകിയെന്ന് പിടിയിലായ 3 യുവാക്കൾ വെളിപ്പെടുത്തിയതോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലാകുന്നതും അതുപോലെ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതും. 2 ആഴ്ചയ്ക്ക് മുൻപ് ഹിന്ദു സ്ത്രീകൾ ബംഗാങ്ക പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുകയും ചെയ്തു. യുവാക്കൾ തങ്ങളെ പ്രണയം നടിച്ചുകൊണ്ട് കുടുക്കിയെന്നും മതവും പേരും മറച്ചുവെക്കുകയും വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. സ്ത്രീകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സാഹിൽ ഷെയ്ഖ് അതുപോലെ അൽതാഫ് അലി എന്നിവരെ ഇൻഡോർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ നിന്നാണ് കോൺഗ്രസ് കൗൺസിലർ അൻവർ എന്ന വ്യക്തിയാണ് ഹിന്ദു സ്ത്രീകളെ കുടുക്കുവാനും വിവാഹം കഴിക്കുവാനും ഇവർക്ക് ഇസ്ലാമിലേക്ക് തന്നെ മതം മാറ്റുവാനും ചെയ്യണമെന്ന് ഇവരോട് പറയുകയും അതുപോലെ സഹേൽ എന്ന യുവാവിന് 2 ലക്ഷം രൂപ നൽകുകയും മാത്രമല്ല അൽതാഫ് എന്ന യുവാവിന് 1 ലക്ഷം രൂപ നൽകിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ പ്രലോഭിപ്പിച്ചതും. ഈ യുവാക്കൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും. FIR രജിസ്റ്റർ ചെയ്തതു മുതൽ തന്നെ ഇയാൾ ഒളിവിലായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഇൻഡോറിലെ വ്യത്യസ്ത ഫ്ളാറ്റുകളിൽ നിന്ന് ഹിന്ദു പെൺകുട്ടികളുമായി ബന്ധം പുലർത്തിയിരുന്ന 2 മുസ്ലിം യുവാക്കളെ ഒരു ഹിന്ദു സംഘടന പിടികൂടിയതോടുകൂടി കേസ് കൂടുതൽ ശക്തമാവുകയായിരുന്നു. ഇരുവരും അൻവർ എന്ന ഈ കോൺഗ്രസ് യുവാവിന്റെ പേരാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതും. അതേസമയം ഹിന്ദു സ്ത്രീകളെ വിവാഹത്തിലൂടെ തന്നെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ മുസ്ലിം പുരുഷന്മാർ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് ആരോപിക്കാൻ വലതുപക്ഷ പ്രവർത്തകരും സംഘടനകളും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ലളിതമായ പറയുകയാണെങ്കിൽ മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യമായി തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് കർണാടകയിലെയും കേരളത്തിലെയും ഹിന്ദു ജനജാഗൃതി സമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണവുമായി രംഗത്ത് വന്നതോടുകൂടി തന്നെ ഈ ഒരു വിവാദം ചൂടുപിടിക്കുകയായിരുന്നു. മുസ്ലിം പുരുഷനും അതുപോലെ തന്നെ അമുസ്ലിം സ്ത്രീകളും തമ്മിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതും ഒരു അന്വേഷണാത്മക വാർത്ത എന്നതും പിന്നീട് ഈ മാധ്യമങ്ങൾ ഈ ഒരു ലവ് ജിഹാദ് എന്ന പദം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതേസമയം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പ്രണയം നടിച്ച് മതം മാറ്റാൻ നിർബന്ധിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അവരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഫോണിൽ സൂക്ഷിച്ച ഒരു യുവാവ് അടക്കം പിടിയിലായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ ലവ് ജിഹാദിന്റെ മറ്റൊരു മുഖം കൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. ഫർഹാൻ എന്ന വ്യക്തിയാണ് പോലീസിന്റെ വലയിലായതും. ഇയാൾ മാത്രമല്ല, ഇയാൾക്കൊപ്പം ഇയാളുടെ സഹോദരിയും ഉണ്ടായിരുന്നു. ഇരുവരും ചേർന്നാണ് ഇരകളെ വശത്താക്കുന്നത്. പ്രണയം നടിച്ച് ഇയാൾ ഏകദേശം 64 പെൺകുട്ടികളെയാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കുറച്ചധികം നാളുകളായി തന്നെ ഈ പ്രവൃത്തി ഇയാൾ തുടർന്നു പോരുകയായിരുന്നു എന്നതും ഇതിലൂടെ തന്നെ പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. സംഭവം ഇങ്ങനെയാണ്. ഫർഹാൻ എന്ന യുവാവ് ഏകദേശം 64 ഹിന്ദു പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പകർത്തിയെടുക്കുകയും ഇതിൽ 58 പെൺകുട്ടികളും ഒരു പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. അതിൽ ഒരു പെൺകുട്ടി പരാതിപ്പെട്ടതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഫർഹാൻ ഖാൻ എന്ന വ്യക്തിയുടെ പദ്ധതി പൊളിയുകയും പിടിയിലാവുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.